ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിലെ രണ്ടാമത് ദേവി ഭാഗവത നവാഹയജ്ഞവും നവരാത്രി മഹോത്സവവും 22 മുതൽ 30 വരെ നടത്തും. നീലംപേരൂർ പുരുഷോത്തമദാസാണ് യജ്ഞാചാര്യൻ. ഞായറാഴ്ച വൈകിട്ട് 3:30 ക്ഷേത്രത്തിൽ നിന്നും യജ്ഞ വിളംബര ഘോഷയാത്ര ആരംഭിക്കും. ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിലെ രണ്ടാമത് ദേവി ഭാഗവത നവാഹയജ്ഞവും നവരാത്രി മഹോത്സവവും 22-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നടത്തും. ദേവി ഭാഗവത നവാഹയജ്ഞവും നവരാത്രി മഹോത്സവവും 2025 സെപ്റ്റംബർ 22 മുതൽ 30 വരെ നടത്തപ്പെടും. ഭാഗവത ആചാര്യൻ ഭാഗവത സപ്തമ ശ്രീ നീലംപേരൂർ പുരുഷോത്തമദാസാണ് യജ്ഞാചാര്യൻ. സെപ്റ്റംബർ 21-ന് 3:30 ഞായറാഴ്ച 3:30 ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന യജ്ഞ വിളംബര ഘോഷയാത്ര തിരിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശേഷം ദീപാരാധനയും യജ്ഞമണ്ഡപത്തിൽ ഭദ്രദീപ പ്രതിഷ്ഠയും നടത്തുന്നു. ക്ഷേത്രതന്ത്രി ശ്രീ പ്ലാക്കുടി ഇല്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് ഭദ്രദീപ പ്രതിഷ്ഠ നടത്തുന്നത്. യജ്ഞശാലയിൽ ദേവി ഭാഗവത പാരായണത്തിന് പുറമെ എല്ലാ ദിവസവും പള്ളിയുണർത്തൽ, നിർമാല്യം, ദർശനം, ഗണപതി ഹോമം, സൂക്തജനങ്ങൾ, ഉഷപൂജ, ചണ്ഡികാഹവനം, ലളിതാസഹസ്രനാമം, വൈകിട്ട് നാമസങ്കീർത്തനം, ദീപാരാധന, ആത്മീയ പ്രഭാഷണം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. യജ്ഞത്തിൻ്റെ 5-ാം ദിവസം വൈകിട്ട് 5 മണിക്ക് വിദ്യാഗോപാലാർച്ചന നടത്തപ്പെടുന്നു. സപ്താഹയജ്ഞം 1-ാം ദിവസത്തെ സപ്താഹ യജ്ഞം ആരംഭിച്ച് കഴിഞ്ഞ് ആചാരപരമായ മണ്ഡപത്തിലെ പാരായണങ്ങൾ, അതേപോലെ തന്നെ അർച്ചനകൾ, മറ്റ് കാര്യങ്ങൾ ഒക്കെ ഉള്ളതിന് ശേഷം ഉച്ചയ്ക്ക് മഹാ അന്നദാനം എല്ലാ ദിവസവും. അതിനുശേഷം വീണ്ടും പാരായണം സമാരംഭിക്കുന്നു. ദീപാരാധനയോടുകൂടി യജ്ഞശാലയിലെ ദീപാരാധനയോടുകൂടി പ്രഭാഷണത്തോടുമൊക്കെ കൂടി നാമജപത്തോടുകൂടി അന്നത്തെ ഓരോ ദിവസത്തെയും പരിപാടി, യജ്ഞശാലയിലെ പരിപാടി സമാപിക്കുന്നു. തുടർന്ന് സ്റ്റേജിൽ, ക്ഷേത്രത്തിന് പുറത്തുവശത്ത് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റേജിൽ നവരാത്രി മഹോത്സവം ആരംഭിക്കുകയാണ്. അപ്പോൾ നവരാത്രി മഹോത്സവത്തിൽ ഉൾപ്പെടെ വിവിധങ്ങളായ നൃത്തസന്ധ്യകൾ, ഗാനസന്ധ്യകൾ, സംഗീത വിരുന്നുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഭാഗവത നവാഹയജ്ഞവും നവരാത്രി മഹോത്സവവും സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2-ാം തീയതി വരെ നടത്തപ്പെടുകയാണ്. എല്ലാ ദിവസത്തെയും യജ്ഞശാലയിലെ സമൂഹ പ്രാർത്ഥന, മംഗളാരതിക്ക് ശേഷം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സ്റ്റേജിൽ നമ്മൾ വിവിധങ്ങളായ കലാപരിപാടികൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ് ആരംഭിക്കുന്നത്. ഈ പരിപാടികളുടെ എല്ലാം വിജയത്തിനായിട്ട് എല്ലാ ഭക്തജനങ്ങളെയും ഭരണിക്കാവ് ദേവീക്ഷേത്ര സന്നിധിയിലേക്ക് ഹാർദമായി ഭരണിക്കാവ് ദേവക്ഷേത്ര ഭരണസമിതിയുടെ പേരിലും നവാഹ കമ്മിറ്റിയുടെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ യജ്ഞത്തിൻ്റെ വിജയത്തിന്, ഈ യജ്ഞത്തിൻ്റെയും നവരാത്രി മഹോത്സവത്തിൻ്റെയും പൂർണ്ണമായ വിജയത്തിന് എല്ലാവരുടെയും പങ്കാളിത്തവും ദേവിയുടെ അനുഗ്രഹവും ഉണ്ടാകണം. ഭാഗവത ആചാര്യൻ നീലംപേരൂർ പുരുഷോത്തമദാസാണ് യജ്ഞാചാര്യൻ. 21-ന് 8:30 ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന യജ്ഞ വിളംബര ഘോഷയാത്ര എത്തിച്ചേർന്ന ശേഷം ദീപാരാധനയും യജ്ഞമണ്ഡപത്തിൽ ഭദ്രദീപ പ്രതിഷ്ഠയും നടത്തും. ക്ഷേത്രതന്ത്രി പ്ലാക്കുടി ഇല്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് ഭദ്രദീപ പ്രതിഷ്ഠ നടത്തുന്നത്. യജ്ഞശാലയിൽ ദേവി ഭാഗവത പാരായണത്തിന് പുറമെ എല്ലാ ദിവസവും പള്ളിയുണർത്തൽ, നിർമാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, ചണ്ഡികാഹവനം, ലളിതാ സഹസ്രനാമജപം എന്നിവ ഉണ്ടായിരിക്കും. യജ്ഞത്തിന്റെ 5-ാം ദിവസം വൈകിട്ട് 5 മണിക്ക് വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തും. 6-ാം ദിവസം 11:30 പാർവതി പരിണയ ഘോഷയാത്രയ്ക്ക് ശേഷം പാർവതി പരിണയ ചടങ്ങ് നടത്തും. വിജയദശമി ദിനമായ ഒക്ടോബർ 2-ന് നന്ദഗോവിന്ദം ഭജൻസ് അവതരിപ്പിക്കുന്ന സാന്ദ്രാനന്ദലയം എന്ന പരിപാടി ഉണ്ടാകും. നവാഹ സമിതി രക്ഷാധികാരി സാജൻ കുന്നേൽ, ഭരണിക്കാവ് ദേവസ്വം പ്രസിഡന്റ് രഘുനാഥ്, സെക്രട്ടറി KS വിജയകുമാർ, വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരായ K രഘുകുമാർ, S ഹരികുമാർ, VK മോഹനൻ, KS കല്യാണകൃഷ്ണപ്പണിക്കർ, PJ പുരുഷോത്തമൻ പിള്ള, ഗോപകുമാർ, പ്രഭുകുമാരപിള്ള, G ജയകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.